ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ARMൻ്റെ മൂവി റിവ്യൂ ആണ് ഗൈസ്. ARM സിനിമ കണ്ടിരിക്കുകയാണ്, അജയൻ്റെ രണ്ടാം മോക്ഷണം. അപ്പോൾ നമ്മുടെ സിനിമയുടെ റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ എനിക്ക് തിയേറ്ററിൽ പോയപ്പം തിയേറ്ററിൻ്റെ അടുത്ത് നിന്ന് ഒരു വമ്പൻ തേപ്പ് കിട്ടി. 2 തേപ്പ്, ഒന്നല്ല. ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് 2 തേപ്പ് കിട്ടി ഗൈസ്. അതായത് ഫസ്റ്റ് തേപ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് MOTയിലാണ്, ഇത് സിനിപോളിസിലാണ് ആദ്യം ബുക്ക് ചെയ്തത്. അപ്പം അവിടുന്ന് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു എന്തോ ഇഷ്യൂസ് കാരണം അവർക്ക് സിനിമ ഇന്ന് രാവിലെ 10:10 സിനിമ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ PVRൽ നോക്കിയപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് ലുലുവിലാണ് PVR. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പം IMAXൽ സീറ്റുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ IMAXൽ തന്നെ നമുക്ക് കാണാം, 3D തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ 3D ഒക്കെ ബുക്ക് ചെയ്ത് അവിടെ ചെന്നപ്പം IMAXൽ ഇത് 3D അല്ല, ഇത് 2D ആണ്. എനിക്ക് അവിടെ വീണ്ടും വമ്പൻ തേപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റഡ്. എനിവേ അതൊക്കെ പോയിട്ട് നമ്മുടെ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10, 15, 20 മിനിറ്റ് ആ ടൊവിനോ, അതായത് ഈ സിനിമയെ പറ്റി പറയുമ്പം ഗൈസ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിൽ ടൊവിനോ ട്രിപ്പിൾ റോളിലാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നതെല്ലാം ഒരു പണ്ടത്തെ ടൊവിനോയുടെ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു കുറച്ച് നേരത്തെ ഒരു 10-15 മിനിറ്റോളം ആ ക്യാരക്ടറിൻ്റെ റോളൊക്കെയാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ അഭിനയവും എല്ലാം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം ഒന്നാമത് ടൊവിനോയുടെ മേക്ക് ഓവർ ആ ഒരു ഇതിനുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. രണ്ടാമത് പുള്ളിയുടെ ആക്ഷൻസും പുള്ളീനെ ഓവർ ഗ്ലാമറാക്കി വെച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. വയ്യാതൊക്കെ വസൂരിയൊക്കെ വന്ന് കിടക്കുന്ന ടൊവിനോയുടെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. നിങ്ങൾക്കിത് കാണുമ്പോൾ തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഡയറക്ടറിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം, ഈ ടൊവിനോനെ കൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടൊവിനോയുടെ അടുത്ത ക്യാരക്ടർ വരുന്നത്, മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങോട്ട് വരുമ്പം ആ ക്യാരക്ടർ ആക്ച്വലി അടിപൊളിയായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. നല്ല കിടുക്കായിട്ട്, അതായത് നല്ല കിടിലുമായിട്ട് ആ ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്ത് ഒരു ആക്ടിങ് കാഴ്ചവെച്ചിരിക്കുകയാണ് ടൊവിനോ. അത് മാരക പെർഫോമൻസ് ഒക്കെ ടൊവിനോയുടെ അത് മാരക പെർഫോമൻസ് ആണ്. മണിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ നല്ല ഇൻവോൾവ് ചെയ്ത് മുഴുകി തന്നെയാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. അതും കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം വേറൊരു ക്യാരക്ടറുണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്, അതായത് നമ്മുടെ പ്രസൻറ്റും അല്ല, കുറച്ച് ബാക്കിൽ 90s 2000s ആണ് സിനിമ നടക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ടൊവിനോയുടെ ആക്ടിങ്ങും സൂപ്പർ. ഇൻ ഷോർട്ട് ഗൈസ്, ടൊവിനോ എന്ന് പറയുന്ന ആക്ടർ പുള്ളിയുടെ ആക്ടിങ് കഴിവ് വളരെയധികം കഷ്ടപ്പെട്ട് പുറത്തെടുത്ത് അഭിനയിച്ചൊരു മൂവി തന്നെയാണ് ടൊവിനോ മച്ചാൻ. ഐ ലൈക്ഡ് ഇറ്റ്, വണ്ടർഫുൾ. യുവർ എഫേർട്ട് ഈസ് കാണാതെ പോകരുത്, പുള്ളിയുടെ എഫേർട്ട് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. പക്ഷേ ഒരു കാര്യമുള്ളത് ഗൈസ്, സിനിമ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറായിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ അപാര തോൽവിയാണ് ഈ സിനിമയുടെ ഫ്ലോപ്പിൻ്റെ മെയിൻ കാരണം. ഫ്ലോപ്പ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ വായിന്ന് തെന്നിപ്പോയതാണ്. പക്ഷേ അത് തന്നെയാണ് സാധനം. കാര്യം എന്തിനായിരുന്നു ഈ സിനിമ? ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പം ഗൈസ് നിങ്ങൾ തന്നെ ചോദിക്കും, എന്തിനായിരുന്നു ഈ സിനിമ എടുത്തത്? അത് കാണണം. ആ സാധനമൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ, ഇതിൻ്റെ ഡയറക്ടറിനെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ഞാൻ ജോലി വല്ലതും കൊടുക്കാം പുള്ളി. ഇനി എടുക്കരുത് പുള്ളി സിനിമ. കാര്യം ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ഫ്രെയിമിൽ ഇത്രയും വലിയ ഹൈപ്പൊക്കെ തന്നു 1 വർഷം മുന്നേ എന്താണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പോലും ഞാൻ ആലോചിക്കുമായിരുന്നു. കാര്യം എനിക്കറിയത്തില്ല നിങ്ങൾ എൻ്റെ മാത്രം തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. ഇത്രയും വലിയ ARM എന്ന് പറയുന്ന വലിയൊരു ഹൈപ്പും വലിയൊരു ലാർജ് ഫ്രെയിമിൽ എടുക്കുന്ന ഒരു സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഓടുന്ന സീരിയലുണ്ടല്ലോ, ആ ലെവൽ ഓഫ് സ്റ്റോറി ലൈനാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. അതിന് ഇത്രയും കഷ്ടപ്പെട്ട്. പക്ഷേ ടൊവിനോനെ ഞാൻ വീണ്ടും പറയട്ടെ, ടൊവിനോ മാരകം. പിന്നെ നമ്മുടെ ജോമോൻ ടി ജോണിൻ്റെ ക്യാമറ വർക്ക് അതൊക്കെ കിടലാണ്. അതൊക്കെ പക്ഷേ നമുക്ക് അവസാനത്തെ കുറച്ച് പാർട്ടുകളിൽ മാത്രമേ അതൊക്കെ പുറത്തോട്ട് വരുന്നുള്ളൂ പുള്ളിയുടെ. പക്ഷേ VFX ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFX ഒക്കെ വളരെ ശോകമാണ്. ആവശ്യമില്ലാതെ ഒരു സീനിൽ ഒരു പുലിയോ ഒരു ജാഗ്വാറോ എന്തോ ഒരു സാധനത്തിനെയൊക്കെ ടൊവിനോയുടെ അടുത്തുകൂടി ഇങ്ങനെ ചാടിപ്പോകുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സീനിലൊക്കെ ഞാൻ ഡയറക്ടറിൻ്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ആവശ്യമില്ലായിരുന്നു ആ ഒരു സീനിൽ ആ പുലിനെ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വിത്തൗട്ട് ദാറ്റ് പുലി ആ ഫ്രെയിം കൊള്ളാം, നല്ലതായിരുന്നു. ആ ഫ്രെയിമിൽ ആ പുലി വന്നു കഴിയുമ്പം ആ VFX ചെയ്തിരിക്കുന്നത് വളരെ ശോകത്തിൻ്റെ അങ്ങറ്റം.
അപ്പം ഈ പുലിയും കൂടെ വന്നു കഴിയുമ്പം ആ ഫ്രെയിമേ തീർന്നു, നശിച്ചതോടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് മിസ്റ്റർ ജിതിൻ ലാൽ അല്ല, ജിതിൻ ലാലിൻ്റെ അടുത്തല്ല, ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ അടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പ്ലീസ് ലിസ്റ്റിൻ അണ്ണൻ, പ്ലീസ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം ദയവേത്, എൻ്റെ റിക്വസ്റ്റാണ്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും നല്ല കിടുക്ക് സ്റ്റോറി ലൈനുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ, ഞാൻ ചുമ്മാ പറയുന്നില്ല, കേരളത്തിൽ നല്ല അടിപൊളി കഴിവുള്ള ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾക്ക് സിനിമ എടുക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നല്ല അടിപൊളി സ്റ്റോറി ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുവാണെങ്കിൽ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് താ, ഒരു സിനിമ. എനിക്ക് വലിയ ഇതേപോലെ മറ്റേ 100 കോടി 50 കോടിയൊന്നും വേണ്ട, വെറും 3-4 കോടി തന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല കിണ്ണം കാച്ചിയ സിനിമ, ചലഞ്ചാണ്, എടുക്കാൻ പറ്റും, ഞാൻ എടുത്ത് കാണിച്ചിരിക്കും. മനസ്സിലായില്ലേ? എൻ്റെ വെല്ലുവിളിയാണ്. പൈസ തരാനൊരു പ്രൊഡ്യൂസർ വന്നോ, ഞാൻ എടുത്തു തരാം സിനിമ എങ്ങനെ എടുക്കണമെന്നുള്ളത്. എടേ, ഈ ജിതിൻ ലാലിനൊക്കെ സിനിമ എടുക്കാൻ കൊടുക്കുന്ന സമയത്ത് എന്തൊന്നും ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, എൻ്റെ കിളി പോയിരിക്കുകയാണ്. കൽക്കിയൊക്കെ എടുത്താൽ പോരെ, കൽക്കിയുടെ ഡയറക്ടറാണ്, കൽക്കി വാസ് എ ഗുഡ് മൂവി. അതിൽ നിന്നൊക്കെ ഇവിടെ വന്ന് പുള്ളി എന്തോന്നരെ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയണം കേട്ടോ, കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ, നല്ല ടാലൻറ്റഡ് യങ് ടാലൻറ്റഡ് ആളുകളുള്ള ഒരു സ്ഥലമാണ് കേരളം. അവർക്കൊക്കെ കൊടുക്കൂ, ചാൻസ് കൊടുക്കൂ. ഈ പറഞ്ഞ കുറേ ആളുകളെയൊക്കെ പിടിച്ച് ബിഗ് ഫ്രെയിമിൽ ഫ്ലോപ്പ് എടുത്ത് വെക്കുന്നതിനേക്കാളും ലിസ്റ്റിൻ സ്റ്റീഫൻ ചേട്ടാ പ്ലീസ്, ഞാൻ എൻ്റെ കയ്യിൽ നല്ലൊരു സ്റ്റോറി ഉണ്ട്, നല്ല അടിപൊളി സ്റ്റോറി, നമുക്ക് ഇത്രയും പൈസ ഒന്നും വേണ്ട, ഒരു 5 കോടി രൂപ മുടക്കിയ സിംപ്ലി ഒരു 40 CR ഒക്കെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റുന്നൊരു സാധനം കിട്ടിക്കട്ട് എടുക്കാം. ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ പറ, ചെയ്യുമോ? കാര്യം എനിക്ക് വിഷമമുണ്ട് കേട്ടോ, ഈ സിനിമ ഇങ്ങനെയൊക്കെ സിനിമ എടുത്ത് വെച്ചിട്ട്. ഒരു എത്ര മണിക്കൂറാണെന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ, വളരെ ശോകമായിരുന്നു. കാര്യം അവസാനം ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പം ഞാൻ തന്നെ ആലോചിക്കുകയാണ്, എവിടെയൊക്കെയോ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അൺനെസസറി ആയിട്ട് സിനിമയുടെ തുടക്കം തൊട്ടേ ഹൈപ്പിനൊരു സാധനം കൊണ്ടുവരും. അപ്പോൾ ഈ ആളുകളുടെ പ്രതീക്ഷ എന്താണെന്ന് അറിയുമ്പോൾ, ഈ സാധനം എന്തോ ഒരു മണ്ണാങ്കട്ട നടക്കാൻ പോവാണ്, എന്തോ ഒരു സാധനം നടക്കാൻ പോവാണ്. ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞ് സിനിമ തീർന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി എന്തെങ്കിലും നടക്കും. അപ്പോൾ എഴുതി കാണിക്കുന്നു ഡയറക്റ്റഡ് ബൈ ജിതിൻ ലാൽ. അപ്പോഴാണ് മനസ്സിലായത് തേഞ്ഞണ്ണാക്കി കിട്ടി എന്നുള്ള കാര്യം. മനസ്സിലായ? ഇതാണ് റിവ്യൂ. സംഭവം വളരെ സിമ്പിളാണ്. സിനിമയുടെ റേറ്റിങ്ങും സ്റ്റാറും ഒക്കെ ഞാൻ ഇപ്പോൾ തന്നെ പറയാം, 2.5. അതിൽ കൂടുതലൊന്നും സ്റ്റാർ റേറ്റിംഗ് ഒന്നും ഇതിനകത്തില്ല, കൊടുക്കാനില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ പിന്നെ തിയേറ്ററിൽ പോയി കാണരുതെന്ന് ഞാൻ പറയത്തില്ല, തിയേറ്ററിൽ പോയി കാണണം പ്ലീസ്. കാര്യം നല്ല സൗണ്ട് എഫക്ട്സ് ഒക്കെയാണ് കേട്ടോ. സൗണ്ട് എഫക്ട്സ് ഒക്കെ ചെയ്തിരിക്കുന്നവരെ പുകഴ്ത്തിയേ പറ്റുള്ളൂ. ഒരു കാക്ക ഇങ്ങനെ പറന്ന് പോകുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ ഡോൾബി അറ്റ്മോസിൽ, ഐമാക്സ് ഒക്കെ ആയതുകൊണ്ട് ഡോൾബി അറ്റ്മോസിൽ ഇങ്ങനെ പറന്ന് പോകുമ്പം അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ തന്നെ നമ്മുടെ തലയുടെ മുകളിൽ കിടക്കെ തന്നെ ക്രോസ് ഓവറൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ആ എഫക്റ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം. ചിലപ്പോൾ ഉറങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ തീർന്നു, ഇന്നത്തെ റിവ്യൂ തീർന്നു, കൂടുതൽ നീട്ടിക്കുന്നില്ല, കഥം.